ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ഇടവേളയ്ക്ക് ശേഷം എന്താ ഇന്ന് ഞാനൊരു വ്ളോഗാണ് അപ്ലോഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു റെസിപ്പി എനിക്ക് ഇന്ന് ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കാനുണ്ട്. പിന്നെ ഒരു റെസിപ്പി തട്ടിക്കൂട് നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നുള്ളത്. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സുഖമായിട്ട് കണ്ട് എന്നോട് ചോദിച്ച ആൾക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട്. ഒരുപാട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് അങ്ങനെ ചോദിച്ചത് കൊണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ പ്രകൃതി രമണീയമായ കാഴ്ചയാണ് കാണിച്ചത്. അപ്പോൾ രണ്ടും ആദ്യമായിട്ട് കാഴ്ചതാണ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ കാര്യം പറയുന്നെങ്കിൽ ഇതാ ഞങ്ങളെ കണ്ണിലെ കൃഷ്ണമണിനെ പോലെയാണ് ഞങ്ങൾ കാണാറുള്ളത്. ഞാനാണെങ്കിലും ഉമ്മാണെങ്കിലും രാവിലെ എണീറ്റിട്ട് ഫാഷൻ ഫ്രൂട്ടിനെ കാണാതിരിക്കില്ല. ഒരു പ്രാവശ്യമെങ്കിലും അത് കണ്ടില്ലെങ്കിൽ ഒരു രസവും ഇല്ല. വലുതായോ പഴുത്തോ വേറെ മുടിയായോ വല്ലതും ആയിട്ടുണ്ടോ എന്നൊക്കെ ഞങ്ങൾ അന്വേഷിക്കാറുണ്ട്. പപ്പയാണെങ്കിൽ പഴുത്തിട്ടില്ല. അതൊക്കെ വീഡിയോ എടുത്ത് ഞാൻ അകത്ത് വന്നൊരു നല്ലൊരു കട്ടൻ ചായ ഇട്ടു. അപ്പോൾ രാവിലെ എണീറ്റ് വല്ലപ്പോഴും എന്താ കട്ടൻ ചായക്കെ കുടിക്കും. അപ്പോൾ കട്ടൻ ചായ മാത്രമായിട്ട് കുടിക്കാൻ ഒരു രസമില്ല. അപ്പോൾ അരിമുറുക്കുണ്ടായിരുന്നു, പച്ച കളറാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചുവന്ന കളർ മുറുക്കിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് പച്ച കളറാണ്. നിങ്ങൾക്ക് ഏതാണെന്ന് കമൻറ്റിൽ അറിയിക്കാം. ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഉമ്മ ടാങ്കിക്ക് വെള്ളം ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ആ കാര്യം ഉമ്മ മറന്നു പോയി. അപ്പം ഞാൻ പോയിട്ട് ആരാണ് ഇവിടെ വെള്ളം പാഴാക്കുന്നത്, വെള്ളം അമൂല്യമാണെന്ന് പറഞ്ഞ പെട്ടെന്ന് പോയി മോട്ടർ ഓഫ് ചെയ്തു. പിന്നെ എന്താ അപ്പം എന്നോട് റെസിപ്പി ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പെട്ടെന്ന് പോയി ചക്കക്കുരുലിടുവാണ് അവർ ചോദിച്ചത്. ചക്കക്കുരു ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ചക്കൻ്റെ സീസൺ അല്ലാത്തത് കൊണ്ട് ചക്കക്കുരൊന്നും ഇവിടെ ഇല്ലല്ലോ. അപ്പം ഞാനാണെങ്കിൽ ചക്കക്കുരു ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായി. മാസങ്ങളോളം കേടുവരാതിരിക്കാനുള്ള ടിപ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എടുത്തു വെച്ചത്. പക്ഷെ ഇപ്രാവശ്യം നല്ല മഴ ആയതുകൊണ്ട് വെള്ളം ഞങ്ങളുടെ വീടിൻ്റെ ഉള്ളിലേക്ക് വന്ന് അപ്പോൾ ആ വെച്ച നമ്മൾ ചക്കക്കൂര് എടുത്തു വെച്ചില്ലേ അതിലേക്കൊക്കെ നല്ല പോലെ വെള്ളം വന്ന് നിന്ന് അത് നാശമായി പോയിട്ടുണ്ട്. അതിനെനിക്ക് കുറച്ച് മാത്രമാണ് ചക്കക്കൂര് കിട്ടിയത്. അപ്പോൾ ഉള്ളത് വെച്ച് ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവരോട് ഈ കാര്യം കൂടി പറയാലോ. അങ്ങനെ എന്താ പെട്ടെന്ന് പോയി ഓടെടുത്ത് ഓട് ചൂടാക്കി അതിലേക്ക് ചക്കക്കൂര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു കാര്യം ഇവിടെ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായി. വറുത്തെടുക്കുന്ന സമയത്ത് ഓടിലേക്ക് ഉപ്പിട്ട് കൊടുക്കണമായിരുന്നു, എന്നാലേ പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും. അങ്ങനെ അത് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പോലെ വറുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ അത് ഞാനൊരു സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അതവിടെ തടുക്കട്ടെ. ഞാൻ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ചക്കക്കുരു കേട്ടോ, അല്ലെങ്കിൽ വീണ്ടും ഒന്ന് വറുത്ത് പോകും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവൂല. പിന്നെ അതാ കടല വറുത്തെടുക്കുന്നുണ്ട്. കടല നല്ല പോലെ വറുത്തെടുത്തതിന് ശേഷം എന്താ ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് തേങ്ങ ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. തേങ്ങ ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ നേരത്തെ വറുത്ത് വെച്ച കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. കടല ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കരയാണ് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ശർക്കര ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ വറുത്ത് വെച്ച ചക്കക്കുരു ഇല്ല, അപ്പോൾ അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഞാൻ അതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് ഫൈനായിട്ട് ഒട്ടും കട്ടയില്ലാതെയാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറേശ്ശെ ആയിട്ട് ഇട്ട് നമുക്ക് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിത് ഫുള്ള് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റൂല. അപ്പം ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മിക്സിയില്ലേ അതൊന്ന് നല്ല പോലെ തണുത്തതിന് ശേഷം മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ നമുക്ക് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അങ്ങനെ ഞാൻ പിന്നെ ചെയ്യുന്നുള്ളത് നൂഡിൽസാണ്. തട്ടിക്കൂട്ട് നൂഡിൽസാണ്. അധികം വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്ത നല്ല തട്ടിക്കൂട്ട് നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം സവാള നീളത്തിൽ എരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല രീതിക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ നൂഡിൽസ് നമുക്ക് ചെയ്തെടുക്കാം. ഇതിന് നല്ല ടേസ്റ്റ് നോക്കാമെന്ന് പറയാനൊന്നും പറ്റൂല. അത്യാവശ്യം തിരക്കേടില്ലാത്ത ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് ഇത് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോൾ സവാള നല്ല രീതിക്ക് വഴന്ന് വരേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊരു ക്രിസ്പിയോടെ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുള്ളത് വെളുത്തുള്ളിയാണ്. അപ്പോൾ അത് അരിഞ്ഞിട്ടാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നുള്ളത്. വെളുത്തുള്ളി ഇട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും പേസ്റ്റാണ്. ചതച്ചിട്ടായാലും ഇട്ട് കൊടുക്കുക. അപ്പം എൻ്റെ കയ്യിൽ പേസ്റ്റ് ഉള്ളത് കൊണ്ട് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. രണ്ടും അളവൊന്നുമില്ല. നമ്മളിപ്പം കുക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ, അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു കണി അളവൊക്കെ ഉണ്ടാവുമല്ലോ, ആ രീതിക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പച്ചമണം മാറുന്നത് വരെ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. അപ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് മിക്സ് എടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ മസാല പൗഡറൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ കുറച്ച് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. കാശ്മീരി മുളക് പൊടി ആയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കാണാൻ കുറച്ചും കൂടി കളർ ഉണ്ടാവും.
മുളക് പൊടിയും ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് 1 2 3 നൂഡിൽസ് മസാലയാണ്. അപ്പോൾ അതും കൂടി അളവൊന്നുമില്ല, എൻ്റെ ഒരു കൈയളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗരം മസാലയാണ്, അതും എൻ്റെ കൈയളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും കറക്റ്റായിട്ടുള്ള അളവൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയൂല. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പച്ചമണം മാറുന്നത് വരെ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഇടയിൽ ഞാൻ നൂഡിൽസ് വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പും വെള്ളവും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉപ്പും ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 2 ബോയിൽ ചെയ്യാത്ത മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ബോയിൽ ചെയ്ത മുട്ടയും ചേർത്ത് കൊടുക്കുക, ഏതായാലും പ്രശ്നമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയ്ക്ക് അനുയോജ്യമായ കമൻറ്റ് തരാനും മറന്നു പോവല്ലേ. അങ്ങനെ മുട്ടയ്ക്ക് ചേർത്ത് ഞാൻ നല്ല രീതിക്ക് ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ ആയിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞില്ല, ചെറുതായിട്ടൊരു അലങ്കാര പണിയും ചെയ്യാനായിട്ട്. അപ്പോൾ തട്ടിക്കൂട്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ, കാണാനൊരു ഭംഗിയൊക്കെ വേണ്ടേ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ടേസ്റ്റും കൂടി വേണ്ടേ. അപ്പോൾ ഞാൻ സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു മുട്ട പൊട്ടിച്ച് ബുൾസൈ ചെയ്തതും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ കാണാനും ഭംഗിയായി, കഴിക്കാനായാലും ഒത്തിരി ടേസ്റ്റും കൂടിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഒന്നിച്ച് ഞാൻ കുടിക്കാനായിട്ട് മുന്തിരി ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.